ബ്ലൂ എസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് SSCRT ടോപ്പ് ക്വസ്റ്റ്യനുകളാണ്. 50 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഈ 50 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നും കൂടെ നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക. എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ കമൻറ്റായിട്ട് അറിയിക്കാം. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു കുഞ്ഞിന് 9 മാസം പ്രായമാകുമ്പോൾ നൽകുന്ന വാക്സിനുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒരു കുഞ്ഞിന് 9 മാസം പ്രായമാകുമ്പോൾ നൽകുന്ന വാക്സിനുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ TD1 ആണ്. ഏതാണ്? TD1 ആണ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ബന്ധം അറിയപ്പെടുന്നത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ബന്ധം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആഹാര ശൃംഖലാജാലം എന്നാണ്. ആഹാര ശൃംഖലാജാലം എന്നാണ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ബന്ധം അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സസ്യങ്ങളുടെ വാതക വിനിമയവുമായി ബന്ധപ്പെട്ട് പകൽ സമയത്ത് നടക്കുന്ന പ്രക്രിയ ഏതാണ്? താഴെ പറയുന്നവയിൽ സസ്യങ്ങളുടെ വാതക വിനിമയവുമായി ബന്ധപ്പെട്ട് പകൽ സമയത്ത് നടക്കുന്ന പ്രക്രിയ ഏതാണ്? ശ്വസനവും പ്രകാശ സംശ്ലേഷണവും ഒന്നിച്ച് നടക്കുന്നു. ശ്വസനവും പ്രകാശ സംശ്ലേഷണവും ഒന്നിച്ച് നടക്കുന്നു. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നതിനായി പ്രധാന പങ്കുവഹിക്കുന്ന സൂക്ഷ്മജീവികൾ ഏവയാണ്? ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതാണ്? ഓപ്ഷൻ ബി ബാക്ടീരിയകളും ഫംഗസുകളുമാണ്. ബാക്ടീരിയകളും ഫംഗസുമാണ്. സസ്യങ്ങളിൽ വാതകവിനിമയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കും. സ്റ്റൊമാറ്റ വഴിയാണ് രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമുണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. വാതക നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അർദ്ധപരാതങ്ങൾ എന്നാണ്. അർദ്ധപരാതങ്ങൾ എന്നാണ്. കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം താഴെ പറയുന്നവയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം താഴെ പറയുന്നവയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തുമ്പയാണ്. എവിടെയാണ്? തുമ്പയാണ്. ഗർഭിണികൾ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പ്രധാനമായും താഴെ പറയുന്നവയിൽ ഏതിനെ പ്രതിരോധിക്കാനാണ് സഹായിക്കുന്നത്? ഗർഭിണികൾ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പ്രധാനമായും താഴെ പറയുന്നവയിൽ ഏതിനെ പ്രതിരോധിക്കാനാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ ബി മലബന്ധം തടയാനാണ്. ഓപ്ഷൻ ബി മലബന്ധം തടയാനാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ്. ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ്. കുഷ്ഠരോഗം ഏതിലൂടെയാണ് പകരുന്നത്? കുഷ്ഠരോഗം ഏതിലൂടെയാണ് പകരുന്നത്? ഓപ്ഷൻ ബി മനുഷ്യരിലൂടെയാണ് പകരുന്നത്. മനുഷ്യരിലൂടെയാണ് കുഷ്ഠരോഗം പകരുന്നത്. മരവാഴയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? മരവാഴയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഇവയുടെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ഇവ എപ്പിഫൈറ്റുകളാണ്. ഇവയെല്ലാം ശരിയാണ്. മരവാഴയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. രോഗവാഹകരിൽ നിന്നല്ലാതെ വായുവിലൂടെ പകരുന്ന രോഗമേത്? രോഗവാഹകരിൽ നിന്നല്ലാതെ വായുവിലൂടെ പകരുന്ന രോഗമേതാണ്? ഓപ്ഷൻ എ ക്ഷയമാണ്. ഓപ്ഷൻ എ ക്ഷയം ആണ്. ഗർഭകാലത്ത് ഒരു സ്ത്രീയുടെ ഗർഭാശയം ഏകദേശം എത്ര മടങ്ങ് വരെയാണ് വികസിക്കുന്നത്? ഗർഭകാലത്ത് ഒരു സ്ത്രീയുടെ ഗർഭാശയം എത്ര മടങ്ങ് വരെയാണ് വികസിക്കുന്നത്? 500 മുതൽ 1000 മടങ്ങ് വരെയാണ്. ഓപ്ഷൻ ബി 500 മുതൽ 1000 മടങ്ങ് വരെയാണ്. ഗർഭാവസ്ഥയിൽ 7 മാസത്തിനു ശേഷം ഗർഭിണിയിൽ യൂറിൻ പരിശോധന നടത്തുന്നത് പ്രധാനമായും ഏത് ആരോഗ്യ പ്രശ്നം കണ്ടെത്താനാണ്? ഗർഭാവസ്ഥയിൽ 7 മാസത്തിനു ശേഷം ഗർഭിണികളിൽ യൂറിൻ പരിശോധന നടത്തുന്നത് പ്രധാനമായും ഏത് ആരോഗ്യ പ്രശ്നം കണ്ടെത്താനാണ്? ഓപ്ഷൻ എ ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്താനാണ്. ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്താനാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകർ ആരാണ്? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകർ ആരാണ്? പ്ലവകങ്ങളാണ്. ഏതാണ്? പ്ലവകങ്ങൾ ആണ്. ആഹാര ശൃംഖല ജാലകത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധം അറിയപ്പെടുന്നത്? ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധം അറിയപ്പെടുന്നത്? ആഹാര ശൃംഖല എന്നാണ്. ആഹാര ശൃംഖല എന്നാണ്. ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കുമ്പോൾ പോളിത്തീൻ കവറിൽ എന്താണ് കാണാൻ കഴിയുന്നത്?
ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കുമ്പോൾ പോളിത്തീൻ കവറിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? പോളിത്തീൻ കവറിനുള്ളിൽ ജലകണികൾ കാണാം. പോളിത്തീൻ കവറിനുള്ളിൽ ജലകണികൾ കാണാൻ സാധിക്കും. ഗർഭാവസ്ഥയുടെ ആദ്യ 3 ആഴ്ചകൾക്ക് ശേഷം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രതിമാസം ഏകദേശം എത്ര കിലോഗ്രാമിന്റെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്? ഗർഭാവസ്ഥയുടെ ആദ്യ 3 ആഴ്ചകൾക്ക് ശേഷം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏകദേശം എത്ര കിലോഗ്രാമിന്റെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്? 2 കിലോഗ്രാമിൻ്റെയാണ്. അതാണ് 2 കിലോഗ്രാമിൻ്റെയാണ്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ പകരുന്ന രോഗം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ പകരുന്ന രോഗം ഏതാണ്? ടെറ്റനസ് ആണ്. ഏതാണ്? ടെറ്റനസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സമുദ്രത്തിലെ ആഹാര ശൃംഖലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. സമുദ്രത്തിലെ ആഹാര ശൃംഖലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേതെന്നാണ്? മത്തി ചെറുമീനുകളെയും പ്ലവകങ്ങളെയും ആഹാരമാക്കുന്നു. കടലാമ സസ്യങ്ങളെയും മീനുകളെയും ആഹാരമാക്കുന്നു. പ്ലവകങ്ങൾ ചെറുമീനുകൾ ആഹാരമാക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വാസസ്ഥലവുമായി മാത്രം ആതിഥേയ സസ്യങ്ങൾ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്. വാസസ്ഥലവുമായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ എന്നാണ്. എന്താണ്? എപ്പിഫൈറ്റുകൾ എന്നാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി പുറത്തുവിടുന്ന വാതകം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ ആണ്. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം എന്നിവയാണ്. താഴെ പറയുന്നവയിൽ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി പ്രമേഹമാണ്. ഏതാണ്? ഓപ്ഷൻ ഡി പ്രമേഹമാണ്. ജലവും ഭക്ഷണവും വഴി പടരുന്ന പ്രധാന പകർച്ചവ്യാധി. ജലവും ഭക്ഷണവും വഴി പകരുന്ന പ്രധാന പകർച്ചവ്യാധി ഏതാണ്? ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ്. ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ്. അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമായ സസ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇത്തിൽ കണ്ണിയാണ്. ഏതാണ്? ഇത്തിൽ കണ്ണിയാണ്. സസ്യങ്ങളിൽ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് എന്തിനായി ഉപയോഗപ്പെടുത്തുന്നത്? സസ്യങ്ങളിൽ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് എന്തിനായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി പ്രകാശ സംശ്ലേഷണത്തിനാണ്. എന്തിനാണ്? പ്രകാശ സംശ്ലേഷണത്തിനാണ്. സസ്യങ്ങളെ ആഹാരം നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ഹരിതകമാണ്. ഏതാണ്? ഓപ്ഷൻ സി ഹരിതകമാണ്. കണ്ണുകൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കണ്ണുകൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി മൈക്രോസ്കോപ്പ് ആണ്. ഓപ്ഷൻ എ മൈക്രോസ്കോപ്പ് ആണ്. സസ്യങ്ങളിൽ ഇലകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? സസ്യങ്ങളിൽ ഇലകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എന്താണ്? പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാണ്. പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാണ്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അവയെ വിളിക്കുന്ന പേരെന്താണ്? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ അത് ബാധിക്കുകയും ചെയ്താൽ അവയെ വിളിക്കുന്ന പേരെന്താണ്? മഹാമാരികൾ എന്നാണ്. എന്താണ്? മഹാമാരികൾ എന്നാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ ആണ്. ആന്തോസയാനിൻ ആണ് ചുവപ്പ് നിറം നൽകുന്ന, ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്ന വർണ്ണം. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണ്. ആഹാരത്തിന്റെയും ദഹനത്തിനും ആഗീകരണത്തിനും ഉപകാരികളായ ബാക്ടീരിയകൾ സഹായിക്കുന്നു. ദോശമാവ് പുളിക്കാൻ സഹായിക്കുന്നത് ചില ഇനം ഫംഗസുകളാണ്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ്. ആഹാരത്തിന്റെ ദഹനത്തിനും ആഗീകരണത്തിനും ഉപകാരികളായ ബാക്ടീരിയകൾ സഹായിക്കുന്നു. അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ അറിയപ്പെടുന്നു. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റൊമാറ്റ എന്നാണ്. ഏതാണ്? സ്റ്റൊമാറ്റ എന്നാണ്. താഴെ പറയുന്നതിൽ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമായ സസ്യങ്ങൾ. താഴെ പറയുന്നതിൽ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമായ സസ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ മരവാഴിയും ഓർക്കിഡുകളുമാണ്. മരവാഴിയും ഓർക്കിഡുകളുമാണ്.
ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച, പ്ലാസന്റയുടെ സ്ഥാനം, ജനിതക വൈകല്യം, ഒന്നിലധികം ഭ്രൂണങ്ങളുടെ സാന്നിധ്യം എന്നിവ അറിയാൻ ഗർഭിണികളിൽ സാധാരണയായി അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തുന്നത് ഗർഭകാലത്തിന്റെ ഏത് ആഴ്ചകളിലാണ്? ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച, പ്ലാസന്റയുടെ സ്ഥാനം, ജനിതക വൈകല്യം, ഒന്നിലധികം ഭ്രൂണങ്ങളുടെ സാന്നിധ്യം എന്നിവ അറിയാൻ ഗർഭിണികളിൽ സാധാരണയായി അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തുന്നത് ഗർഭകാലത്തിന്റെ ഏത് ആഴ്ചകളിലാണ്? ഓപ്ഷൻ സി 8 മുതൽ 14 വരെ ആഴ്ചകളിലാണ്. 8 മുതൽ 14 വരെയുള്ള ആഴ്ചകളിലാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. ഓപ്ഷൻ സി വിക്രം സാരാഭായി ആണ്. കുട്ടികൾക്ക് ടെറ്റനസ്, ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള TD വാക്സിൻ നൽകുന്നത് ഏതെല്ലാം പ്രായത്തിലാണ്? കുട്ടികൾക്ക് ടെറ്റനസ്, ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള TD വാക്സിൻ നൽകുന്നത് ഏതെല്ലാം പ്രായത്തിലാണ്? 10 വയസ്സിലും 16 വയസ്സിലുമാണ്. 10 വയസ്സിലും 16 വയസ്സിലാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സസ്യങ്ങളിലെ ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? സസ്യങ്ങളിലെ ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. സസ്യങ്ങൾ ശ്വസനത്തിനായി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്. സസ്യങ്ങൾ ശ്വസനത്തിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഉപയോഗിക്കുന്നത്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ സി കെ അയ്യപ്പനാണ്. ആരാണ്? കെ അയ്യപ്പനാണ്. രോഗകാരിയായ സൂക്ഷ്മജീവികളെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരെന്ത്? രോഗകാരിയായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരെന്താണ്? രോഗാണുവാഹകർ എന്നാണ്. സൗരയൂഥത്തിൽ ഭൂമിയുടെ പരിക്രമണ പഥം താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൗരയൂഥത്തിൽ ഭൂമിയുടെ പരിക്രമണ പഥം താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ശുക്രൻ ചൊവ്വയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചേരുംപടി ചേർക്കാറുണ്ട്. ചുവപ്പ് സാന്തോഫിൽ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ ഹരിതകം, പച്ച ആന്തോസയാനിൻ. ഏതാണ് ചേരുംപടി ചേർക്കുന്നത്? ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ചുവപ്പ് ഓപ്ഷൻ ഡി ആന്തോസയാനിൻ ആണ്, ഓറഞ്ച് കരോട്ടിനാണ് കേട്ടോ. അതുപോലെ മഞ്ഞ സാന്തോഫിലാണ്, പച്ച ഹരിതകമാണ്. അങ്ങനെയാണ് ഓർഡർ വരുന്നത്. ചുവപ്പ് ആന്തോസയാനിനാണ്, ഓറഞ്ച് കരോട്ടിനാണ്, മഞ്ഞ സാന്തോഫിലാണ്, പച്ച ഹരിതകമാണ്. അപ്പോൾ ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മരവാഴയുടെ കട്ടികൂടിയ വെളുത്ത വേരുകളുടെ പ്രധാന ധർമ്മം എന്താണ്? അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുക. എന്താണ്? അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുക. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത സസ്യങ്ങൾ അറിയപ്പെടുന്നു. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണപരാഗങ്ങൾ എന്നാണ്. എന്താണ്? പൂർണ്ണപരാഗങ്ങൾ എന്നാണ്. ഡെങ്കിപ്പനി പടർത്തുന്ന രോഗവാഹകർ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി കൊതുകാണ്. മനുഷ്യരിൽ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെ പൊതുവായി വിളിക്കുന്ന പേരെന്ത്? മനുഷ്യരിൽ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? രോഗകാരികൾ എന്നാണ്. ഓപ്ഷൻ ബി രോഗകാരികൾ എന്നാണ്. ആകാശ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ജ്യോതിശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? ആകാശ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ജ്യോതിശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? മുകളിൽ പറഞ്ഞ എല്ലാവരും വരും. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനും സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സൗര പര്യവേഷണ ദൗത്യം താഴെ പറയുന്നവയിൽ ഏതാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സൗര ദൗത്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആദിത്യ L1 ആണ്. അപ്പോൾ 50 SSCRT ക്വസ്റ്റ്യനുകളാണ്. ക്ലാസ് 5ാം ക്ലാസ്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പം ക്ലാസ് ഉപകാരപ്പെടുകയാണ്. തീർച്ചയായും